നമസ്കാരം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ അശ്വതി നക്ഷത്രത്തിൻ്റെ സാമാന്യ ഫലങ്ങളെ പറ്റിയാണ് പറയുവാൻ പോകുന്നത്. അശ്വതി നാളുകാർ പൊതുവെ വളരെ സത്യസന്ധരും മൃദുവായ സ്വഭാവത്തോടു കൂടിയവരും ശാന്ത സ്വഭാവികളും ആയിരിക്കും. ഏത് കാര്യവും നേരായ രീതിയിൽ ചിന്തിക്കുകയും മറ്റുള്ളവരുമായി അഭിപ്രായങ്ങൾ പങ്കിടുകയും തുറന്ന മനസ്സോടുകൂടി ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണ് അശ്വതി നാളുകാർ. എന്നാൽ മാനസികമായി ഉണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിക്കാനുള്ള മനോബലക്കുറവും പ്രതിസന്ധികളിൽ തളർന്നു പോകുന്ന മനസ്സും അശ്വതി നാളുകാരുടെ ഒരു പൊതു സ്വഭാവമാണ്. ഈ വർഷത്തെ അശ്വതി നാളുകാരുടെ സാമാന്യ ഫലങ്ങളെപ്പറ്റി ചിന്തിച്ചാൽ, ഈ വർഷം 6-ാം ഭാവത്തിൽ വ്യാഴവും 9-ാം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടാം. തൊഴിൽപരമായ പ്രതിബന്ധങ്ങളും അലച്ചിൽ, യാത്രാക്ലേശം, മനസ്സിന് വിഷമമുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഇവയെല്ലാം വന്നു ചേരുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. പാഴ്ചെലവുകൾ വർദ്ധിച്ചേക്കാം. ഉദ്യോഗസ്ഥർക്ക് പ്രതികൂലമായ സ്ഥലം മാറ്റവും സ്ഥാനചലനവും സംഭവിക്കുന്നതിന് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠനം മുമ്പോട്ട് പോകാനാവാത്ത സ്ഥിതിവിശേഷമുണ്ടായേക്കാം. അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. തൊഴിൽ രംഗത്ത് പലവിധ ക്ലേശങ്ങളും അസ്വസ്ഥതകളും തൊഴിൽ നഷ്ടം തന്നെയും അനുഭവപ്പെടുന്നതിന് സാധ്യതയുണ്ട്. നിങ്ങളുടെ രാശിവീഥിയിൽ വളരെ ദോഷാത്മകമായ ഒരു താരകയോഗം കാണുന്ന ഘട്ടമാണ് ഇപ്പോൾ. ഈ വരുന്ന ഒക്ടോബർ മാസം 12-ാം തീയതി വരെ പൊതുവെ വളരെ ശ്രദ്ധ പാലിക്കുക. അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന പ്രതിബന്ധങ്ങളും ബന്ധങ്ങളിലുണ്ടാകാവുന്ന തകർച്ചയുമൊക്കെ വന്നു ചേരുന്നതിന് സാധ്യതയുണ്ട്. കുടുംബത്തിൽ അസ്വസ്ഥതകൾ, ഇച്ഛാഭംഗം, മനക്ലേശം ഇവയെല്ലാം പ്രതീക്ഷിക്കാതെ അനുഭവപ്പെടുന്നതിന് സാഹചര്യമുണ്ടായേക്കാം. സംഭാഷണത്തിൽ വളരെ ആത്മനിയന്ത്രണവും മിതത്വവും ശീലിക്കേണ്ടത് ആവശ്യമായി കാണുന്നു. അതോടൊപ്പം സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ജാഗ്രതയും സൂക്ഷ്മതയും പാലിച്ചില്ലെങ്കിൽ നഷ്ടങ്ങൾ വന്നു ഭവിച്ചേക്കാം. നിങ്ങളുടെ രാശിവീഥിയിലെ ദോഷാത്മകമായ യോഗം ശരിയായ രാശിചിന്തയിലൂടെ തിരിച്ചറിഞ്ഞ് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഒക്ടോബർ മാസത്തിന് ശേഷം ഗ്രഹസ്ഥിതിയിൽ ചില വ്യതിയാനങ്ങൾ അനുഭവപ്പെടുകയും ഇപ്പോഴുള്ള ദോഷസ്ഥിതികൾക്ക് അയവ് ഉണ്ടാവുകയും ചെയ്യും. ആ സമയം തൊഴിൽപരമായ പുരോഗതിയും കർമ്മരംഗത്ത് അവിചാരിതമായ നേട്ടങ്ങളും സാമ്പത്തികമായി ഉയർച്ചയും അനുഭവപ്പെടുന്നതിന് സാഹചര്യമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠന സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമായി മെച്ചപ്പെടും. ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ രംഗത്ത് ഗുണകരമായ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത ആ സമയത്ത് കാണുന്നു. കുടുംബ ബന്ധങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷ അന്തരീക്ഷവും വന്നു ചേരുന്നതിനിടയായ സാഹചര്യങ്ങളുണ്ടാകാം. പൊതുവെ ഒക്ടോബർ മാസത്തിന് ശേഷം നിങ്ങളുടെ സമയം കൂടുതൽ അനുകൂലമായ പരിവർത്തനത്തിലേക്ക് പോകുന്നതാണ്. അതുവരെ മനസ്സിൻ്റെ പ്രയാസങ്ങളെ നിയന്ത്രിക്കുന്നതിനും ഏകാഗ്രത നിലനിർത്തുന്നതിനുമായി യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ശീലിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം ചെയ്ത് മുമ്പോട്ട് നീങ്ങേണ്ടതാണ്.